യു.എസ്. ബ്യൂറോക്രസിയെ സമൂലമായി വെട്ടിക്കുറയ്ക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് എലോൺ മസ്കിന്റെയും തീരുമാനം വെള്ളിയാഴ്ചയോടെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. 9,500 സർക്കാർ ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഫെഡറൽ ഭൂമികൾ കൈകാര്യം ചെയ്യൽ, സൈനിക വെറ്ററൻസിയെ പരിപാലിക്കൽ തുടങ്ങിയ മേഖലയിൽ ജോലി ചെയ്യുന്നവരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. സ്വയം വിരമിക്കലിന് തയ്യാറായ 75,000 ജീവനക്കാർക്ക് പുറമെയാണ് 9,500 പേരെ പിരിച്ചുവിട്ടതെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. സർക്കാർ ജീവനക്കാരെ കുറയ്ക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായി ആഭ്യന്തരം, ഊർജ്ജം, വെറ്ററൻസ് അഫയേഴ്സ്, കൃഷി, ആരോഗ്യം, മനുഷ്യസേവനങ്ങൾ എന്നീ വകുപ്പുകളിലെ ജീവനക്കാരെയാണ് ട്രംപ് ഭരണകൂടം പിരിച്ചുവിട്ടിരിക്കുന്നത്. പിരിച്ചുവിട്ട തൊഴിലാളികളിൽ ഭൂരിഭാഗവും പ്രൊബേഷണറി ജീവനക്കാരായിരുന്നു. അതായത് അവർ ജോലി പ്രവേശിച്ചിട്ട് അധിക നാൾ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കുറഞ്ഞ തൊഴിൽ സംരക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിരിച്ചുവിട്ടവരെല്ലാം പ്രൊബേഷണറി തൊഴിലാളികളല്ല എന്നതും യാഥാർത്ഥ്യമാണ്. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി ധാരാളം പണം വെറുതെ പാഴാക്കി കളയുന്നുവെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. ഏകദേശം $36 ട്രില്യൺ സർക്കാരിന് കടമുണ്ട്. കഴിഞ്ഞ വർഷം $1.8 ട്രില്യൺ കമ്മി ഉണ്ടായിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും സമ്മതിക്കുന്നുണ്ടെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ അധികാരങ്ങൾ ട്രംപ് ഏറ്റെടുക്കുകയാണെന്ന് കോൺഗ്രസിലെ ചില ഡെമോക്രാറ്റിക് അംഗങ്ങൾ ആരോപിക്കുന്നുണ്ട്. എന്നിരുന്നാലും കോൺഗ്രസിലെ മിക്ക റിപ്പബ്ലിക്കന്മാരും ട്രംപിന്റെ നടപടികളെയാണ് പിന്തുണയ്ക്കുന്നത്. അതേസമയം മസ്കിന്റെ പെട്ടെന്നുള്ളതും വലുതുമായ നടപടികൾ വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ് ഉൾപ്പെടെയുള്ള ട്രംപിന്റെ ചില ജീവനക്കാരിൽ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ശ്രമങ്ങൾക്ക് വേണ്ടത്ര ആസൂത്രണം, ഏകോപനവും ഇല്ലാത്തതിനാൽ അവർ അസ്വസ്ഥരാണെന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചതായും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നതിനോടൊപ്പം ദീർഘകാല സർക്കാർ ജീവനക്കാർക്കുള്ള സംരക്ഷണം പിൻവലിക്കാനും ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. മിക്ക US വിദേശ സഹായങ്ങളും അവർ മരവിപ്പിക്കുകയും US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്, കൺസ്യൂമർ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ബ്യൂറോ പോലുള്ള ചില സർക്കാർ ഏജൻസികളെ ഏതാണ്ട് പൂർണ്ണമായും അടച്ചുപൂട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. US സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രൊവിഷൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് എന്നിവിടങ്ങളിലെ പ്രൊബേഷണറി തൊഴിലാളികളിൽ പകുതിയോളം പേരെ പിരിച്ചുവിടുകയാണെന്ന് തൊഴിൽ വെട്ടിക്കുറയ്ക്കലിനെ കുറിച്ച് അറിയാവുന്ന സ്രോതസ്സുകൾ പറയുന്നുണ്ട്. US ഫോറസ്റ്റ് സർവീസിലുള്ള ഏകദേശം 3,400 ജീവനക്കാരെ പിരിച്ചുവിടുകയാണെന്നും നാഷണൽ പാർക്ക് സർവീസ് ഏകദേശം 1,000 ജീവനക്കാരെ പിരിച്ചുവിടുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. നികുതി പിരിക്കുന്ന ഇന്റേണൽ റവന്യൂ സർവീസ് അടുത്ത ആഴ്ച ആയിരക്കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിടാൻ ഒരുങ്ങുകയാണ്. ഏപ്രിൽ 15-ന് അമേരിക്കക്കാർക്ക് ആദായ നികുതി സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ഇത്തരത്തിലുള്ള ശ്രമം നടക്കുന്നത്. ഇത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. ചില ചെലവ് ചുരുക്കലുകൾ പ്രധാനപ്പെട്ട സേവനങ്ങൾ പ്രതിസന്ധിയിലാക്കുമെന്ന ആശങ്ക ഉയർത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ലോസ് ഏഞ്ചൽസിൽ കാട്ടുതീ നാശം വിതച്ച് 1 മാസത്തിന് ശേഷം സീസണൽ ഫയർമാൻമാരെ നിയമിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് കാട്ടിനുള്ളിൽ അപകടമാം രീതിയിൽ കരിഞ്ഞിരിക്കുന്ന മരങ്ങൾ നീക്കം ചെയ്യുന്നതിനും മറ്റും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. മസ്കിന്റെ ഇത്തരം തീരുമാനങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയരുന്നുണ്ട്. എന്നാൽ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വെള്ളിയാഴ്ച ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കലിനെ കുറിച്ചുള്ള ആശങ്കകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്.